ഡൽഹിയിൽ കുട്ടികൾക്ക് വേണ്ടി നടത്തുന്ന ഒരു സമരം. ആ സമരം കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ എന്ന വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് മാത്രമല്ല, കുട്ടികളുടെ ഭാവി അരക്ഷിതാവസ്ഥയിൽ എത്തിക്കുന്ന നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ടുണ്ടായ ആ അവസ്ഥ ഇനി ഉണ്ടാവാതിരിക്കാൻ കൂടിയാണ് അവർ സമരം നടത്തുന്നത്. ആ സമരത്തിന് ഐക്യദാർഢ്യവുമായി വിദ്യാർത്ഥികൾ മാത്രമല്ല, ഒരുപാട് രാഷ്ട്രീയ സംഘടനകൾ ഡൽഹിയിലേക്ക് എത്തുന്നുണ്ട്. പെരിന്തൽമണ്ണ രണ്ട് പതിറ്റാണ്ടിലപ്പുറമായി മലബാറുകാർക്ക് കാഴ്ചയുടെ വസന്തമൊരുക്കുന്ന പെരിന്തൽമണ്ണയിലെ അൽസലാമ ഐ ഹോസ്പിറ്റൽ, അവിടെ പഠിക്കുന്ന കുട്ടികളോട് ചോദിക്കാം. കുട്ടികൾക്ക് വേണ്ടി സമരം നടത്തുന്നു. നിങ്ങളുടെയും ഭാവിക്ക് വേണ്ടിയാണല്ലോ ആ സമരം. ആ സമരത്തെ എങ്ങനെയാ കാണുന്നത്? തീർച്ചയായും ഈ സമരത്തിൽ ഞങ്ങളുടെ പൂർണ്ണ പിന്തുണ എന്തായാലും ഉണ്ടായിരിക്കും. കാരണം ഞങ്ങള് ഫിസിക്കലി ആ ഒരു ഭാഗത്ത് എത്തിപ്പെടാൻ പറ്റാത്ത ആളുകളാണ്. എങ്കിൽ കൂടി മെന്റലി ഞങ്ങൾ എല്ലാവരും അവിടെ തന്നെയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, വർഷങ്ങളായി പഠിച്ച് ഉറക്കമൊഴിച്ച് പഠിച്ച് കഷ്ടപ്പെട്ടിട്ട് ഈ ഒരു ഡോക്ടർ എന്ന സ്വപ്നം കണ്ടിട്ട് നമ്മുടെ ചെറുപ്പക്കാരെല്ലാവരും എഴുതിയെടുത്ത ഒരു പരീക്ഷ, ആ ചെറുപ്പക്കാരെല്ലാവരും ഇന്ന് ഡൽഹിയുടെ തെരുവുകളിലാണ്. അതിന്റെ കാരണം എന്ന് പറയുന്നത് ഈ സിസ്റ്റത്തിന് ഉണ്ടായ ഒരു തകരാറാണ്. ആ തകരാറിനെ പരിഹരിക്കാതെ ആ ചെറുപ്പക്കാരെ തെരുവുകളിൽ ഇട്ട് തച്ചുടക്കുകയാണ് ഈ ഗവൺമെന്റ് ചെയ്യുന്നത്. ഇതിനെതിരെ മുഴുവൻ വിദ്യാർത്ഥികൾ എന്നുള്ള രീതിയിൽ ഞങ്ങൾ എല്ലാവരും ഇതിന് 100% പിന്തുണക്കുന്നുണ്ട്. കുട്ടികളെ നിങ്ങൾക്ക് കൂടി വേണ്ടിയാണ് ആ സമരം നടത്തുന്നത്. അതായത് CJP എന്നത് പാറ്റകളുടെ പാർട്ടി എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്നവരുണ്ട്. പക്ഷേ നിങ്ങൾക്ക് കൂടി വേണ്ടിയാണ് അവരവിടെ സമരം നടത്തുന്നത്. രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഉൾപ്പെടെ ഉള്ള നേതാക്കളൊക്കെ ആ ഡൽഹിയിൽ അവർക്ക് പിന്തുണ അർപ്പിച്ച് അവരോടൊപ്പം നിൽക്കുന്നത് കുട്ടികൾക്ക് വേണ്ടിയാണ്. ആ കുട്ടികളെ കുറിച്ച് ഉത്കണ്ഠയുള്ളത് കൊണ്ടാണ് അവർ സമരരംഗത്തുള്ളത്. നിങ്ങൾക്ക് ഉത്കണ്ഠയില്ലേ? നീറ്റ് ചോദ്യപേപ്പർ ചോർന്നു കഴിഞ്ഞിട്ട് ആരെങ്കിലുമൊക്കെ ആ ചോർന്ന പേപ്പർ വെച്ച് ഉപയോഗിച്ച് അവരെ നേടിപ്പോകുന്നു. നിങ്ങളെപ്പോലെ കഷ്ടപ്പെട്ട് പഠിച്ചവർക്ക് അവസാനം ഒന്നും കിട്ടാതെ പോകുന്നു. അപ്പൊ ഈ സമരത്തിന് നിങ്ങളുടെ പിന്തുണ എങ്ങനെയാണ്? നിങ്ങൾക്ക് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉത്കണ്ഠയില്ലേ കുട്ടികളെ? നമുക്ക് അതിന്റെ ആ സമരത്തിനോട് നമ്മൾ സപ്പോർട്ട് ചെയ്യാണ്. കാരണം നമ്മുടെ ഒരുപാട് ഫ്രണ്ട്സും ഇതുപോലെ നീറ്റ് രാവും പകലും ഇല്ലാണ്ട് പഠിച്ചിരുന്ന എക്സാം എഴുതിയിട്ട് ഇതുപോലെ ലീക്കായിട്ട് ഭയങ്കര ഡിപ്രഷനിൽ പോയവരുണ്ട്. അപ്പൊ നമ്മൾ അവന്റെ ഈ സമരത്തിനോട് സപ്പോർട്ട് ചെയ്യാൻ. ഡൽഹിയിലേക്ക് എത്തിയ സമരത്തിൽ പങ്കെടുക്കണമെന്ന് മനസ്സ് വെറുതെ എങ്കിലും ഒന്ന് മോഹിക്കുന്നുണ്ടോ? തീർച്ചയായും കുട്ടികളാണ് അവിടെ ഉള്ളത്. കുട്ടികൾക്ക് പിന്തുണയുമായി ഇപ്പോ രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട നഗരങ്ങളിലൊക്കെ ഈ സമരത്തിന് പിന്തുണയുമായി വലിയ വലിയ പ്രകടനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ട്രെയിൻ തടഞ്ഞുള്ള സമരങ്ങൾ നടക്കുന്നുണ്ട്. കുട്ടികളെ നിങ്ങൾക്ക് വേണ്ടിയാണ് ആ കുട്ടികൾ അവിടെ സമരത്തിന് രംഗത്തുള്ളത്. CJP എന്ന് പാറ്റകളുടെ പാർട്ടി എന്ന് ആക്ഷേപിക്കുന്നവർ പോലും ഇന്ന് അവർക്ക് പിന്തുണയുമായിട്ട് ചെല്ലുന്നത് കുട്ടികളാണല്ലോ, വിദ്യാർത്ഥികളാണല്ലോ. രാജ്യത്തിന്റെ ഭാവി വാഗ്ദാനങ്ങൾ എന്ന് പറയുന്നത്. നിങ്ങൾ വലിയ സ്വപ്നങ്ങൾ കാണുന്നുണ്ട്. ഈ അൽസലാമയിൽ എത്തുമ്പോൾ, ഇവിടെ പഠിക്കുമ്പോൾ നിങ്ങൾക്കും വലിയ സ്വപ്നങ്ങളില്ലേ? ആ സ്വപ്നങ്ങളൊക്കെ തകർന്നു പോകുന്ന തരത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ അതിനെതിരെ പ്രതികരിക്കേണ്ടതും നിങ്ങൾ തന്നെയാണ്. എന്താണ് നിങ്ങളുടെ പ്രതികരണം? തീർച്ചയായും ഞങ്ങൾക്ക് ഒരുമിച്ച് നിന്ന് പ്രതികരിക്കാൻ നല്ല ഇതുണ്ട്. പക്ഷെ അവിടെ എത്തിപ്പെടാൻ പറ്റണില്ല. അതുകൊണ്ടാണ് ഞങ്ങള് മെന്റലി അവിടെ ഓൾറെഡി ഇപ്പൊ ന്യൂസ് ചാനലുകളിൽ നമ്മൾ അറിയുന്നുണ്ടല്ലോ കാര്യങ്ങളൊക്കെ. ഞങ്ങൾ അതിനെപ്പറ്റി ചിന്തിക്കുന്നുണ്ട്. പക്ഷെ എത്തിപ്പെടാൻ പറ്റുന്നില്ല. അതിന്റെ ഒരു ഐക്യമുണ്ടല്ലേ? ഈ സമരം വിജയിക്കും. നിങ്ങൾക്കും വലിയ സ്വപ്നങ്ങളൊക്കെ ഇല്ലേ കുട്ടികളെ? ഈ സമരത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ്, അൽസലാമയിലെ മിടുക്കികൾക്ക് എന്താ പറയാനുണ്ട്? പക്ഷെ മനസ്സിലുണ്ട്, പുറത്തേക്ക് വരുന്നില്ല അല്ലെ? ഏതായാലും ഈ ഡൽഹിയിലെ സമരം കുട്ടികൾക്ക് വേണ്ടിയുള്ള സമരത്തിന് കുട്ടികൾ ഈ രാജ്യത്തെ ഓരോ സ്ഥലങ്ങളിലും, കേരളത്തിൽ എല്ലായിടത്തും എല്ലാ സംഘടനകളും, അത് MSF ആയിക്കോട്ടെ, KSU ആയിക്കോട്ടെ, SFI ആയിക്കോട്ടെ, ASF ആയിക്കോട്ടെ, എല്ലാ സംഘടനകളും എല്ലാ കുട്ടികളും ആ ഡൽഹിയിലെ സമരത്തിന് പിന്തുണ നൽകുന്നത് അവർക്ക് വേണ്ടി നടക്കുന്ന സമരമാണല്ലോ എന്നതുകൊണ്ടായിരിക്കാം. ഒരു കേന്ദ്രമന്ത്രിയുടെ രാജി മാത്രമല്ല അവരുടെ ആവശ്യം. അവരുടെ ഭാവിയിൽ വിദേശ രാജ്യങ്ങളിൽ മാത്രം തൊഴിൽ തേടി പോകുന്നവർക്ക് ഈ ഇന്ത്യയിൽ മികച്ച ജോലി ഉണ്ടെങ്കിൽ ആ ജോലി തേടി പിടിക്കാവുന്ന, പരീക്ഷകളിൽ ജയിക്കാവുന്ന അവസരങ്ങൾ ഇല്ലാതാവുന്ന ആശങ്ക കുട്ടികൾക്കുള്ളത് കൊണ്ടാണ് കുട്ടികൾ ആ സമരത്തിന് പിന്തുണ നൽകുന്നത്. മനസ്സുകൊണ്ട് അവർ ഡൽഹിയിലാണ്, പക്ഷേ അവർക്ക് എത്തിപ്പെടാൻ കഴിയാത്തത് കൊണ്ടാണ്. അപ്പോ അൽസലാമയിലെ കുട്ടികൾ എല്ലാവരും ഡൽഹിയിലെ സമരത്തിന് നിങ്ങളുടെ ഐക്യദാർഢ്യം നിങ്ങൾ എല്ലാവരും എങ്ങനെയാണ് പ്രഖ്യാപിക്കുന്നത്? ഉറക്കെ ഒന്ന് പ്രഖ്യാപിക്കും. പൂർണ്ണ പിന്തുണ എല്ലാവർക്കും പൂർണ്ണ. അപ്പൊ അൽസലാമയിലെ കുട്ടികളും ആ സമരത്തിന് പൂർണ്ണ പിന്തുണയാണ് നൽകുന്നത്. സമരം വിജയിക്കേണ്ടത് രാജ്യത്തെ കുട്ടികളുടെ ആവശ്യമാണ്. സമരം ഒരു രാഷ്ട്രീയത്തിനുമെതിരെയല്ല, കേന്ദ്ര സർക്കാരിനെതിരെയല്ല, കുട്ടികളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നടത്തുന്ന സമരം എന്നതുകൊണ്ട് എല്ലാവരും ഐക്യദാർഢ്യം അറിയിക്കുന്നു. ഒപ്പം
എന്റെയും വ്യക്തിപരമായ ഐക്യദാർഢ്യം ആ സമരത്തിനൊപ്പമുണ്ട്. കാരണം കുട്ടികൾക്ക് വേണ്ടി കുട്ടികൾ നടത്തുന്ന സമരമല്ലേ, അതിന് പിന്തുണ നൽകിയില്ലെങ്കിൽ പിന്നെ നമുക്ക് വേറെന്തിനാണ് നമുക്ക് പിന്തുണ നൽകാൻ കഴിയുക? അപ്പോ സമരം, കുട്ടികൾക്ക് വേണ്ടിയുള്ള സമരം വിജയിക്കട്ടെ എന്നാണ് എനിക്ക് ആശംസിക്കാനുള്ളത്. ജബ്ബാർ വേണാട്, വൺ ന്യൂസ് ലൈവ്, പെരിന്തൽമണ്ണ. സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും പൊന്നോണം വരവായി. ഓണാഘോഷങ്ങളെ വരവേൽക്കാൻ സ്കൈ ഗോൾഡും ഒരുങ്ങി. സ്കൈ ഗോൾഡിൽ കോയിൻ ഓണം ഓഫർ. അരപ്പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് നേടാം ഫ്രീ ഗോൾഡ് കോയിൻ. 50,000 രൂപയ്ക്ക് മുകളിലുള്ള ഡയമണ്ട് പർച്ചേസുകൾക്കും സ്വന്തമാക്കാം ഫ്രീ ഗോൾഡ് കോയിൻ. കൂടാതെ ഓരോ പർച്ചേസിനും ലഭിക്കുന്ന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ ഐഫോൺ നേടുവാനുള്ള സുവർണാവസരവും. ഈ ഓണം സമൃദ്ധിയുടേതാക്കൂ സ്കൈ ഗോൾഡിനൊപ്പം. സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി, പെരിന്തൽമണ്ണ, നിലമ്പൂർ ആൻഡ് പൊന്നാനി. ഏവർക്കും സ്കൈ ഗോൾഡിന്റെ ഹൃദയം നിറഞ്ഞ പൊന്നോണാശംസകൾ.